ഏറ്റവും ബെറ്റർ ഏതാണ്? സി അല്ലേ? ഓക്കെ ഫൈൻ. റീസൺ എന്താണ്? സിയുടെ റീസൺ എന്താണ്? ക്യാൻ എനിവൺ ടൈം? സിയുടെ റീസൺ എന്താണ്? ബിയും എയും സെപ്പറേറ്റ് ചെയ്തു, പക്ഷെ സി എടുത്ത് എന്തുകൊണ്ടാണ്? എന്താണ്? ഇറ്റ് ഈസ് ഇക്വൽ ഡിസ്റ്റൻസ്. ലാർജസ്റ്റ് മാർജിൻ, അതായത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഈക്വൽ ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? മെയിൻറ്റെയിൻ ചെയ്തു. ഇപ്പൊ ബി എന്ന് പറയുന്നത് ഇക്വൽ ഡിസ്റ്റന്റ് അല്ല. ആൻസറും സെയിം ആണ്. സോ സിനാരിയോ 2 അത് നമുക്ക് അങ്ങനെ പറയാം. ആൻഡ് കം ടു ഹിയർ. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഈക്വൽ ആയിട്ട് ഡിസ്റ്റന്റ്. സോ ഇതിനകത്ത് ഏത് കാറ്റഗറീസ് യൂസ് ചെയ്യാൻ പറ്റും? as we know സിംപ്ലി എ. അപ്പം നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ എ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതായി മാത്രം പോരാ, സെപ്പറേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് കൂടെ ചെക്ക് ചെയ്യണം. സോ ദീസ് ആർ ഓൾ ദി വേരിയസ് സിനാരിയോസ് റിലേറ്റഡ് വിത്ത് SVM. സോ ഇതെല്ലാം നിങ്ങൾക്ക് വിത്ത് ഡയഗ്രാംസ് യു ക്യാൻ പ്രസന്റ് ഇൻ ദ പേപ്പർ. സി കമ്മിങ് ടു ഹിയർ, നമ്മൾ ഈ ഒരു ലൈൻ വരച്ചു. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സൈഡിലായിട്ട് ഇരിക്കുന്നത് ബോയ്സ് ആയിരിക്കും, ഒരു സൈഡിൽ ഗേൾസ് ആയിട്ട് ഇരിക്കുന്നത്. സോ നിങ്ങൾ രണ്ട് കാറ്റഗറീസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ നാളെ ഒരു സ്റ്റുഡന്റ് നിങ്ങളുടെ ക്ലാസ്സിൽ അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഈസി ആയിട്ട് ഇപ്പൊ ബോയ്സിന്റെ സൈഡിൽ ഇരിക്കണോ ഗേൾസിന്റെ സൈഡിൽ ഇരിക്കണോ എന്ന് പറയാൻ പറ്റും. കാരണം ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ രണ്ട് ഗ്രൂപ്പിന്റെ ഇടയിൽ യു ഹാവ് എ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് ആണ് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അസ്യൂം നിങ്ങൾ ആ ബോയ്സ് ഇരിക്കുന്ന ഗ്രൂപ്പും ഗേൾസ് ഇരിക്കുന്ന ഗ്രൂപ്പും ക്രൗഡഡ് ആയിട്ട് ഒരുമിച്ചായിട്ട് ഇരിക്കുന്നത്, ഇടയ്ക്ക് ഡിസ്റ്റൻസ് ഇല്ലാന്ന് നോക്കാം. സോ നാളെ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് എവിടെയാണ് പോയി ഇരിക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ മേ ബി വെക്കും. അതായത് ഇഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് ഗ്രൂപ്പ്സ്, ബോയ്സും ഗേൾസും തമ്മിലുള്ള ഗ്രൂപ്പിന്റെ ഡിസ്റ്റൻസ് കുറച്ചും കൂടെ കൂടുതലാണെങ്കിൽ വി വിൽ ഗെറ്റ് എന്താണ്? മോർ ആക്യുറസി ഉറപ്പായിട്ടും കിട്ടും. അപ്പം അത് ഇസ് ഇറ്റ് ഓഡിബിൾ? യാ ഓക്കെ. സോ നമുക്ക് ഡിസ്റ്റൻസ് കൂടുന്നതോറും എന്ത് ചെയ്യാൻ പറ്റും? ആക്യുറസി കൂടാൻ പറ്റും. സോ ഒരു സിംഗിൾ ലൈൻ വരയ്ക്കുന്നതിന് പകരം നമുക്ക് വി ക്യാൻ ഇൻക്രീസ് ദ ഡിസ്റ്റൻസ്. സോ ഈ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതിന് എന്തുണ്ട്? ഒരു ലിമിറ്റ് ഉണ്ട്. ആൻഡ് ഫൈനലി ക്യാൻ യു സീ മൈ പോയിന്റ്? അല്ലേ, മൗസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ? മൗസ് കാണാൻ പറ്റുന്നുണ്ട്. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് SVM. സി നടുക്കുള്ള ഈ ലൈൻ അല്ലേ, നടുക്കുള്ള ഈ ലൈൻ എന്ന് പറയുന്നത് ദിസ് ഈസ് എ ലൈൻ ആക്ച്വലി നമ്മൾ ആദ്യം പറഞ്ഞ ലൈൻ. ആൻഡ് ഇൻ വൺ സൈഡ് വി ഹാവ് സം ഡേറ്റ, ലെറ്റ് ഇറ്റ് ബി ബോയ്സ്. ഇതാണെന്ന് വെച്ചാൽ ബോയ്സ്. ഈ ബ്ലൂ കളറിൽ വി ഹാവ് ദി ഗേൾസ്. സോ നമ്മുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ വരച്ചിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞു ഈ ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ക്യാൻ ബി എക്സ്റ്റെൻഡ് ടു എ പ്ലെയിൻ, ഒരു ഡിസ്റ്റൻസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സോ ഈ കാണുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സിമിലർലി ഇവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് കോൾഡ് ദ മാർജിൻ. ചെയ്യാൻ പറ്റുന്നു, അതിനെയാണ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങോട്ടുള്ള ഒരു മാർജിൻ ഉണ്ട്, ഇങ്ങോട്ടുള്ള ഒരു മാർജിൻ ഉണ്ട്. ആൻഡ് ടുഗദർ വി കോൾ അസ് ദാറ്റ് ഈസ് കോൾഡ് ഹൈപ്പർ പ്ലെയിൻ. ആ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന മാർജിൻ ഏരിയയാണ് ഹൈപ്പർ പ്ലെയിൻ എന്ന് പറയുന്നത്. ആൻഡ് അപ്പം നിങ്ങൾ കണ്ടു കാണും, ഇവിടെ ഈ റെഡ് കളറിൽ ഈ പോയിന്റ് ഈസ് ഇൻഡിക്കേറ്റഡ് സം യെല്ലോ കളർ. അപ്പം അത് ഈ പ്ലെയിൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആക്ച്വലി സം ലിമിറ്റ്. ഇവിടെ എങ്ങോട്ടേക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും? അതായത് എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും? ഇവിടെ ടച്ച് ചെയ്ത് ഈ പോയിന്റുകളിലേക്ക് എത്തുന്ന സമയത്ത് എന്താ, ദ പ്ലെയിൻ വിൽ ടച്ച് വിത്ത് ദീസ് പോയിന്റ്സ്. സോ ഈ പോയിന്റുകൾ വരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റൂ. സിമിലർലി ഓൺ ദ അതർ സൈഡ്, ഈ സൈഡിൽ നമുക്ക് ഈ പോയിന്റുകൾ വരെ മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റൂ. ആൻഡ് ഇതാണ് ദീസ് പോയിന്റ്സ്, ഡാറ്റ പോയിന്റ്സ് വിൽ ഡിറ്റർമൈൻ ദ എക്സ്റ്റെന്റ് ഓഫ് പ്ലെയിൻ ക്യാൻ ബി എക്സ്റ്റെൻഡഡ്. അപ്പം ഈ പോയിന്റുകളെ വിളിക്കുന്ന പേരാണ് സപ്പോർട്ട് വെക്ടേഴ്സ്. അതിനാണ് സപ്പോർട്ട് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഒരു ലൈൻ വരച്ചു, വി ക്യാൻ എക്സ്റ്റെൻഡ്, അതിനാണ് മാർജിൻ എന്ന് പറയുന്നത്. അത് എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നു ആ പോയിന്റുകളെയാണ് സപ്പോർട്ട് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ഓക്കെ? ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? Can somebody chat? Yeah, fine. Okay. സോ ഇത് നമ്മളൊരു ക്ലാസിഫിക്കേഷൻ ആണ് കണ്ടത്. ഇനി ഈ പ്ലെയിൻ, നിങ്ങൾ ഈ പ്ലെയിൻ കണ്ടു. ഇനി ഈ പ്ലെയിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടോ, ഈ ബിഗ് ഷേപ്പിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പോയിന്റുകളെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ചെറുതായിട്ടൊന്ന് ചരിച്ചു കഴിഞ്ഞാൽ അല്ലെ. അപ്പം ഇങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെന്റിൽ നമ്മളൊന്ന് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ ആക്യുറസി കിട്ടും, കൂടുതൽ പോയിന്റുകളെ നന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പ്ലെയിനെയാണ് പറയുന്നത് ഒപ്റ്റിമൽ മാർജിനൽ ഹൈപ്പർ പ്ലെയിൻ. സോ ഇതൊക്കെയാണ് നമ്മുടെ ടേംസ്. സോ രണ്ട് കാറ്റഗറി ബൈനറി ക്ലാസ്സസ്. അപ്പം ഇതൊരു ലൈൻ വെച്ചിട്ട് ഈ ഡേറ്റയെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് SVM അല്ലെങ്കിൽ ആ തരത്തിലുള്ള
തരത്തിലുള്ള പ്രോബ്ലംസ് ലീനിയർ സപ്പോർട്ട് വെക്ടർ മെഷീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിനാണ് ലീനിയർ പ്രോബ്ലംസ് എന്ന് പറയുന്നത്, ലീനിയർ സെപ്പറബിൾ പ്രോബ്ലംസ്. അപ്പം ലീനിയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഇക്വേഷൻ എടുത്താൽ, ഫോർ എക്സാമ്പിൾ y = mx + എന്ന് വെച്ചാൽ ഒരു ലൈൻ ഇക്വേഷൻ. അപ്പം ആ ലൈൻ ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ആക്ച്വലി 1 ആണ്. അപ്പം ഡിഗ്രി 1 ആണ്. സോ ദാറ്റ് ഈസ് കോൾഡ് എ ലീനിയർ പ്രോബ്ലം. സോ ഇതാണ് ബേസിക് ഐഡിയ ഓഫ് എ സപ്പോർട്ട് വെക്ടർ മെഷീൻ. സോ വി ഹാവ് സീൻ വേരിയസ് സിനാരിയോസ്. നമ്മുടെ എയിം എന്താണെന്ന് പറഞ്ഞു, പലതരം സിനാരിയോസ് പറഞ്ഞു, അതിൽ ഐഡന്റിഫൈ ചെയ്യേണ്ട ലൈൻസ് ഏതാണെന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു ലൈൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വരെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് തിയറി. ആൻഡ് കമ്മിങ് ടു ആഡ് ഓൺ, സി ഇതിന്റെ കുറച്ച് മാത്സ് പോർഷൻ ഉണ്ട്. അപ്പൊ മാത്സ് പറയാനാണെങ്കിൽ ഇതിന്റെ ഡെറിവേഷൻ സത്യത്തിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നിങ്ങൾ മെഷീൻ ലേണിംഗിൽ കണ്ടു കാണും. ഇതിന്റെ ഇക്വേഷൻ പാർട്ടൊക്കെ ഉണ്ട്. അതായത് ഈ മാർജിൻ നമുക്ക് എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പൊ എങ്കിലും ഉള്ള ഈ PPT വ്യൂ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലെ. സോ ഇതിനകത്ത് ദിസ് ഈസ് എ ലൈൻ. ഈ ലൈനിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തൊരു മാർജിനിലേക്ക് കൊണ്ടുപോകാൻ പറ്റണം. See this line, this dotted line, this is a margin. In line we have equation that is W transpose x plus b. W transpose x plus b ആണ് ഈ ലൈനിന്റെ ഇക്വേഷൻ. W transpose x plus b ആണ് ഈ ലൈനിന്റെ ഇക്വേഷൻ. സോ ഈ ലൈനിന്റെ ഇക്വേഷനിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ is will be the value is equal to 0. ഈ വാല്യൂ എന്ന് പറയുന്നത് will be 0 actually. And നമ്മൾ ഇതിന്റെ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ W transpose x plus b actually greater than 0 എടുത്തു കഴിഞ്ഞാൽ will be less than 0. ഇൻ ബിറ്റ്വീൻ ചാറ്റ് ബോക്സിൽ മെഷീൻ ലേണിംഗ് അല്ല എന്ന് പറയുന്നുണ്ട്. എങ്കിലും S4 നിങ്ങളുടെ 4th മോഡ്യൂൾ ഡാറ്റാ മൈനിങ്ങിന്റെ ടോപ്പിക് സപ്പോർട്ട് വെക്ടർ മെഷീൻ. അപ്പൊ ഡാറ്റാ മൈനിങ്ങിന്റെ ടോപ്പിക് എടുത്തതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സിലബസിൽ മെഷീൻ ലേണിംഗ് വരേണ്ടത്. അപ്പോൾ 4th മോഡ്യൂളിലെ സപ്പോർട്ട് വെക്ടർ മെഷീൻ ആണ് ഇപ്പൊ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ദ ലൈൻ ഓഫ് ഇക്വേഷൻസ് W ട്രാൻസ്പോസ് x plus b ഒരു സൈഡിലേക്ക് ഗ്രേറ്റർ ദാൻ 1, ഒരു സൈഡിലേക്ക് ലെസ് ദാൻ 1. സോ അപ്പൊ നമുക്ക് ഒരു സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇപ്പം ഒരു സൈഡിലേക്കുള്ള പോയിന്റുകൾ, അപ്പൊ ഈ സൈഡിലേക്കുള്ള പോയിന്റുകളും ഈ സൈഡിലേക്കുള്ള പോയിന്റുകളുടെ ഡിസ്റ്റൻസ് വി നോ. ഒരു സൈഡിലേക്കുള്ള പോയിന്റ് b + 1 by norm of w. ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള പോയിന്റ് b - 1 by norm of w. ഇപ്പൊ രണ്ട് സൈഡിലേക്കും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 by norm of w ആഡ് ചെയ്ത് കഴിഞ്ഞാൽ we will get the value. സോ ഇതാണ് അതിന്റെ ഇക്വേഷൻ ആൻഡ് ഇതിന്റെയാണ് ഒഫീഷ്യൽ ഡെഫിനേഷൻ. We have a range of points x1, x2, etc. up to xn. അതായത് കുറെ ഡാറ്റാ പോയിന്റ്സ് ഉണ്ട്. അപ്പം ഇത് രണ്ട് കാറ്റഗറിയാണ്. either it will belongs to +1, either it will belongs to -1. അപ്പം -1. So we have points x and we have labels y. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത ലൈൻ ഇക്വേഷൻ that is W transpose x plus b is equal to 0. And ഒരു സൈഡിലേക്കുള്ള, അതായത് ഹൈപ്പർപ്ലെയിൻ 1, ഒരു സൈഡിലേക്കുള്ളത് W transpose x plus b greater than equal to 1, ഒരു സൈഡിലേക്കുള്ളത് W transpose x plus b less than 1. And come to here, what is W? എന്താണ് W എന്നുള്ളത്? See, x എന്താണ്? We have the data points. x എന്ന് പറയുന്നത് data points ആണ്. And ഈ ഓരോ data points ഉം let it be, ഈ പോയിന്റുകൾ എന്ന് പറയുന്നത് let it be girls, and ഈ പോയിന്റ് എന്ന് പറയുന്നത് let it be boys. അപ്പം ഈ പോയിന്റുകൾ എല്ലാം കൂടെ ചേർന്ന ഒരു വെക്ടർ ആണ് ദിസ് എക്സ് എന്ന് പറയുന്നത്. സപ്പോസ് ഞാൻ ഇപ്പൊ ഈ കഴ്സർ വെച്ചിരിക്കുന്ന പോയിന്റ് 2, 3 ആൻഡ് ദിസ് ഈസ് 3, 4 ആൻഡ് ദിസ് ഈസ് 5, 6 എന്നാണെന്ന് വെച്ചു. സോ ഇങ്ങനെയുള്ള എല്ലാ പോയിന്റുകളും ചേരുന്ന ഒരു വെക്ടർ റെപ്രസെന്റേഷൻ ആണ് ദിസ് എക്സ്. ആൻഡ് ഈ ഓരോ പോയിന്റുകൾക്കും വി ക്യാൻ അസൈൻ സം വെയിറ്റ്. അപ്പം നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഫേസ് റെക്കഗ്നേഷനകത്ത് ഒരാളുടെ ഫേസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഐസ്, ലെങ്ത് ഓഫ് നോസ്, കളർ, ഇങ്ങനെ പല ഫീച്ചേഴ്സ് വെച്ചിട്ടാണ്. അപ്പം ചിലരുടെ ഫേസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇതിനകത്ത് ചില ഫീച്ചറുകൾ വളരെ ഇമ്പോർട്ടന്റുകളായിരിക്കും. അപ്പൊ അതിന് നമുക്ക് ഇപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഐസ് ആണ്, ഇപ്പൊ ലെങ്ത് ഓഫ് നോസ് ആണ് ഇപ്പൊ ചൈനക്കാരുടെ ഫേസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ലെങ്ത് ഓഫ് നോസ് എന്ന് പറയുന്ന ഫീച്ചറിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കാൻ പറ്റും. സിമിലർലി നമുക്കൊരു ഡേറ്റ പോയിന്റിന് നമുക്ക് വെയിറ്റുകൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, അതായത് ഇമ്പോർട്ടൻസ് കൂട്ടി കൊടുക്കാൻ പറ്റും. Is it audible? Okay. So പോയിന്റുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെയിറ്റുകൾ അസൈൻ ചെയ്ത് കൊടുക്കാനും പറ്റും. ദാറ്റ് ഈസ് കോൾഡ് W. W is multiplied with x. And W ട്രാൻസ്പോസ് എന്ന് പറയുന്നത് വെയിറ്റായ W പോയിന്റ്സ് ആയ എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ എളുപ്പത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ട്രാൻസ്പോസ് അപ്ലൈ ചെയ്യുന്നത്, അതായത് അതിന്റെ ഡയമെൻഷൻ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദിസ് ബി എന്ന് പറയുന്നത് ഇസ് എ ബയാസ്. നമ്മളെപ്പം ഇങ്ങനെയൊക്കെ തിയറിയിൽ പറയുന്നെങ്കിലും മോസ്റ്റ്ലി ഇറ്റ് വിൽ നോട്ട് കൺവേർട്ട് ടു 0 കിട്ടണമെന്നില്ല. സോ വി ക്യാൻ അഡ്ജസ്റ്റ് ദ വെയിറ്റ്സ്. അപ്പം നമുക്ക് ബയാസ് വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? 0യിലേക്ക് എത്തിക്കാൻ പറ്റും. ആൻഡ്
we have W, the weights, X, the points, B എന്ന് പറയുന്നത് ബയാസ്. അപ്പം ലൈനിലുള്ള പോയിന്റുകളുടെ കാര്യമാണ് will be 0. ആൻഡ് ഇനി ഓപ്പോസിറ്റ് സൈഡ് ഒരു സൈഡിലേക്കുള്ള പോയിന്റുകൾ അതിന്റെ വെയിറ്റും എടുത്ത് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ it will be on +1 and other side it will be on -1. So this is the idea of W, X and B, and we can calculate. So this is a definition. X is the data set. Y എന്ന് പറയുന്നത് either ഒന്നുകിൽ ബോയ്സ് അല്ലെങ്കിൽ ഗേൾസ്, അല്ലെങ്കിൽ +1 അല്ലെങ്കിൽ -1. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ് മെയിലുകളാണെങ്കിൽ Y എന്ന് പറയുന്നത് ഒന്നുകിൽ സ്പാം ആയിരിക്കും അല്ലെങ്കിൽ നോട്ട് സ്പാം. സോ ദിസ് ഈസ് വൺ സൈഡിലേക്ക് W ട്രാൻസ്പോസ് X + P > 1, ഒരു സൈഡിലേക്ക് <1. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു മാർജിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2/norm of W. ആൻഡ് ഫൈനലി സപ്പോർട്ട് വെക്ടർ മെഷീൻസ് എന്ന് പറയുന്നത് വി ക്യാൻ, ഇത്രയും നേരം നമ്മൾ കണ്ടത് ദിസ് ഡീൽസ് വിത്ത് ലീനിയർ പ്രോബ്ലംസ് അല്ലെ, അതായത് നമുക്ക് ഒരു ലൈൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന കേസുകളാണ് പറയുന്നത്. അതേപോലെ തന്നെ വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ നോൺ ലീനിയർ പ്രോബ്ലം. സപ്പോർട്ട് വെക്ടർ മെഷീൻസ് എന്ന് പറയുന്നത് നമുക്ക് ലീനിയറിൽ ഉപയോഗിക്കാം, നോൺ ലീനിയർ പ്രോബ്ലത്തിൽ ഉപയോഗിക്കാം. അപ്പം it uses a non-linear mapping to transform the original training data to higher dimension. അതായത് നോൺ ലീനിയർ കേസുകൾ വരുന്ന സമയത്ത് നമ്മൾ ഇനിയുള്ള സൈഡിൽ അത് കാണും. അതായത് നമ്മൾ is it audible? Yes. Is it audible? It's audible. It's audible. Yeah, fine. So നമുക്ക് ഒരു ലൈൻ വെച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ രണ്ട് കാറ്റഗറി, അതായത് സെപ്പറേറ്റ് ഇൻ ദ ടപ്പിൾസ് 1 + 1 എന്നത് ഒരു ഡേറ്റ നമുക്ക് പല കാറ്റഗറി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് സം എക്സ്റ്റൻഷൻസ്, ദാറ്റ് ഈസ് നേരത്തെ നമ്മൾ പറഞ്ഞത് ലീനിയർ അസ്യൂം, അതായത് ഒരു ലൈൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ചില കേസുകളിൽ നമുക്ക് ഇപ്പൊ നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ചില ഡേറ്റ പോയിന്റ്സ് ആക്ച്വലി നമുക്ക് ഒരു ലൈൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ലൈക്ക് ദിസ്, അതായത് ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ്സ് ബോയ്സ് ആൻഡ് റെഡ് കളർ ഇൻഡിക്കേറ്റ്സ് ഗേൾസ്. അപ്പൊ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ സൊല്യൂഷൻസും ഉണ്ട് ലിറ്ററേച്ചറിൽ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് 2 സൊല്യൂഷൻസ് ആണ് വേണ്ടത്. ഒന്ന്, വി ക്യാൻ അപ്ലൈ എ കേർണൽ ഫംഗ്ഷൻ. കേർണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കേർണൽ ഫംഗ്ഷൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് സം പോളിനോമിയൽ കേർണൽ, ഗോസിയൻ കേർണൽ ആൻഡ് സിഗ്നൽ ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കാറ്റഗറൈസ് ദ ഡാറ്റ. അതായത് നമുക്ക് ഇതേപോലെ ഒരു സർക്കിൾ വെച്ചിട്ടോ, ഇപ്പൊ ഗോസിയൻ എന്ന് പറഞ്ഞാൽ ഒരു കർവ് ഷേപ്പാണ്, ഒരു 3D കർവ് ഷേപ്പാണ്. അപ്പൊ ആ 3D കർവ് ഷേപ്പിൽ നമ്മൾ 2D യിൽ നിന്ന് മാറി 3 ഡയമെൻഷൻ കൺസെപ്റ്റ് ആണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ റേഞ്ച് നമുക്ക് ഡേറ്റ കാറ്റഗറൈസ് ചെയ്യാനും പറ്റും. അപ്പൊ അങ്ങനെ ബൈ അപ്ലൈങ് സം കേർണൽ ഫംഗ്ഷൻസ് വി ക്യാൻ ഗ്രൂപ്പ് ദ ഡേറ്റ ലൈക്ക് ദിസ്. അപ്പം നോൺ ലീനിയർ പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ ആണ് ബൈ അപ്ലൈങ് ദ കേർണൽ ഫംഗ്ഷൻസ്. ആൻഡ് കമ്മിങ് ടു നോൺ ലീനിയർ പ്രോബ്ലത്തിന്റെ രണ്ടാമത്തെ സൊല്യൂഷൻ, ഇതൊരു സൊല്യൂഷൻ കേർണൽ ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്യുന്നത്. രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വി ക്യാൻ ഡീൽ ബൈ യൂസിങ് കേർണൽ ട്രിക്സ്. ഇപ്പൊ കേർണൽ ട്രിക്സ് എന്ന് പറയുമ്പോൾ സോ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് വി ഹാവ് സം ഡേറ്റ. ഡേറ്റ ഇതാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് ഡേറ്റ. ഈ പച്ച കളറിലുള്ളത് ബോയ്സ് ആൻഡ് ദിസ് ഇസ് ഇൻഡിക്കേറ്റ് ബി ഗേൾസ്. നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യണം. സോ വി ക്യാൻ അപ്ലൈ സം ഫംഗ്ഷൻ. ഇപ്പം ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എഴുതി കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത് നോക്കൂ. നമുക്ക് 4. സോ നമുക്ക് ഇതിനെ റീമാപ്പ് ചെയ്ത് പുതിയ ഡയമെൻഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. റീമാപ്പ് ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് ട്രിക്ക് ഉപയോഗിക്കാം. XY ഇരിക്കുന്ന പോയിന്റിനെ നമുക്ക് x,y² റീമാപ്പ് ചെയ്യും. 2,3 അതിനെ റീമാപ്പ് ചെയ്ത് 2,9 മാറ്റാം. അപ്പം ഇവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അപ്പം ലെറ്റ് ഇറ്റ് ബി ദ ഗ്രീൻ കളർ. ഗ്രീൻ കളറിനെ നമുക്കിപ്പോൾ കാറ്റഗറൈസ് ചെയ്യാൻ പാടാണ് വിത്ത് റെസ്പെക്ട് ടു റെഡ് നോക്കാം. ഈ ഗ്രീൻ കളറിനെ നമ്മൾ ആകെ ചെയ്യുന്നത് എന്താണ്, വി ആർ ജസ്റ്റ് ചേഞ്ചിങ് ദ കോർഡിനേറ്റ്സ് ഓഫ് y. 4 എന്നുള്ള 69, 3 എന്നുള്ള 9. ദർ ഇസ് നോ ചേഞ്ച് ഫോർ x. എക്സിന് മാറ്റമൊന്നുമില്ല. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ y കോർഡിനേറ്റ് മാത്രമാണ് ഡബിൾ ചെയ്തേക്കുന്നത്, സോ സ്ക്വയർ ചെയ്തേക്കുന്നത്. സോ ഇറ്റ് വിൽ ഗോ അപ്പ്. അപ്പം ഇതിന്റെ x പൊസിഷൻസ് എല്ലാം റിട്ടേൺ ചെയ്യുകയും y മാത്രം മുകളിലേക്ക് പോവുകയും ചെയ്യും. സോ ഇപ്പൊ നമുക്ക് ഒരു സിംഗിൾ ലൈൻ വെച്ചിട്ട് വി ക്യാൻ സെപ്പറേറ്റ് ദ ഡേറ്റ ഇൻടു 2. ആൻഡ് ദിസ് ഈസ് എ സിമ്പിൾ എക്സാമ്പിൾ. ഇപ്പൊ x,y എന്നുള്ളത് x,y² ആവുന്നത് ഒരു എക്സാമ്പിൾ. ഇപ്പൊ x,y എന്നുള്ളത് x, ഈ y² പകരം x + y the whole square. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, റീമാപ്പ് ചെയ്യാം. സോ ക്ലാസിഫൈ ചെയ്തതിനു ശേഷം ഇങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ഒരു ലൈൻ വെച്ചിട്ട്. അങ്ങനെ കാറ്റഗറൈസ് ചെയ്തതിനു ശേഷം തിരിച്ച് ഈ പറയുന്ന പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ നോൺ ലീനിയർ പ്രോബ്ലത്തിന്റെ 2 ടെക്നിക്ക് എന്ന് പറയുന്നത്, ഒന്ന് കേർണൽ ഫംഗ്ഷൻസ്, ഇതേപോലെയുള്ള ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്തും, 2 ഇതേപോലെയുള്ള ട്രിക്സും. അപ്പം ഇത് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഷെയർ ചെയ്യാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം അവൈലബിൾ ആണ്. സോ ഇതൊന്ന് സ്പീഡായിട്ട് പോയി. സോ ഇതാണ് പറഞ്ഞത്.
So it will transform both linear and non-problem ആണെങ്കിൽ ഒറിജിനൽ ഡേറ്റ ഹയർ ഡയമെൻഷനിലേക്ക് മാപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറൈസ് ചെയ്യാനുണ്ട്. ദിസ് ഈസ് ആൾ അബൌട്ട്, ഇതൊരു ബ്രീഫാണ്, ഷോർട്ട് ടൈമിൽ ഇത്രയും സമറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. സോ ദിസ് ഈസ് അബൌട്ട് സപ്പോർട്ട് വെക്ടർ മെഷീൻ. വി ക്യാൻ ഡ്രോ സം ലൈൻസ്, വി ക്യാൻ ഐഡന്റിഫൈ സം ലൈൻസ്, വി ക്യാൻ എക്സ്റ്റെൻഡ് ടു എ മാർജിൻ. ഈ മാർജിൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, അത് സപ്പോർട്ട് വെക്ടേഴ്സ് വരെ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതിനാണ് സപ്പോർട്ട് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് ആ മാർജിനൽ ഹൈപ്പർ പ്ലെയിൻ, അതിനെ ഒന്ന് ടിൽറ്റ് ചെയ്ത് ചിലപ്പോൾ കുറച്ചുകൂടെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഒപ്റ്റിമൽ മാർജിനൽ ഹൈപ്പർ പ്ലെയിൻ. ആ ലൈൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ലൈനിന്റെ ഇക്വേഷൻ W ട്രാൻസ്പോസ് X പ്ലസ് ബി, അത് ലൈനിലാണെങ്കിൽ ഇത് വിൽ ബി ഈക്വൽ ടു 0. ഒരു സൈഡിലേക്ക് പോസിറ്റീവ് 1, ആ W ട്രാൻസ്പോസ് X പ്ലസ് ബി ഒരു സൈഡിലേക്കുള്ളത് നെഗറ്റീവ് 1 ആയിരിക്കും. ആൻഡ് ദീസ് ആർ ഓൾ ദി ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ ആൻഡ് ദിസ് ഈസ് ഒഫീഷ്യൽ ഡെഫിനിഷൻ. സോ ദീസ് ആർ ദി തിങ്സ് വിത്ത് നോൺ ലീനിയർ എസ്യൂംസ്. സോ ഷോർട്ട് ടൈമിൽ വി ക്യാൻ കൺക്ലൂഡ് ലൈക്ക് ദിസ്. കൂടുതൽ ഇതും പറയാനാണ്, ഒരുപാട് എസ്യൂമിനെ പറ്റിയുണ്ട്. സോ ഐ തിങ്ക് ദ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ടേക്കൺ. Is it okay? Follow ചെയ്യാൻ പറ്റുന്നുണ്ടോ? Is it okay? Q&A ഐക്കൺ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചാറ്റ് ഐക്കൺ ഉണ്ട്, നെക്സ്റ്റ് ആയിട്ട് 3 dots ഉള്ള ഒരു ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് Q&A ഓപ്ഷൻ അവിടെ നിന്ന് സെലക്ട് ചെയ്യാനാണ്. നമ്മളിപ്പോ ഫസ്റ്റ് 20 minutes ഓഫ് ദ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ you can post the queries to the panelist by clicking on the Q&A icon. Sir, ഒരു സ്റ്റുഡന്റ് ചോദിച്ചിട്ടുണ്ട്, can you explain the distance formula once again? Yeah, okay. നമ്മള് ഇതൊരു ഹൈപ്പർ പ്ലെയിൻ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് ഒരു എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 by norm of W. 1 by norm of W എന്ന് പറഞ്ഞാൽ norm of W means that this indication 1 by norm of W. അപ്പം of W, ഇപ്പൊ norm of W എന്ന് പറഞ്ഞാൽ ഈ എല്ലാ വെയിറ്റുകളുടെയും കൂടെ ഒരു സ്ക്വയർ. അതായത് ഇപ്പൊ പോയിന്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ പ്ലസ് W2 സ്ക്വയർ പ്ലസ് W3 സ്ക്വയർ എക്സെട്രാ അപ് ടു ഇതിന്റെ എല്ലാം വെയിറ്റിന്റെയും കൂടെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ദി നോം ഓഫ് W. അങ്ങനെ ഈ ഒരു പോയിന്റ് ഇവിടുന്നോട്ട് വരെ എക്സ്റ്റെൻഡ്, ഈ ഒരു ലൈൻ ഇവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനാണ് 1 by നോം ഓഫ് W. ഇനി ഈ സൈഡിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നോം എന്ന് പറയുന്നത് 1 by നോം ഓഫ് W ആണ്. സോ അതിനൊരു പ്രൂഫ് ഉണ്ട്, അതിന്റെ ഡെറിവേഷൻ പോയിന്റ് ഉണ്ട് ആക്ച്വലി. സോ അങ്ങനെ ഒരു സൈഡിലേക്ക് 1 by നോം ഓഫ് W, ഈ സൈഡിലേക്ക് 1 by നോം ഓഫ് W, ടുഗദർ ഇറ്റ് വിൽ ബി 2 by നോം ഓഫ് W ആക്ച്വലി. Another next one. So next question, can you explain the equation WT plus B? W transpose X plus B actually. Okay, fine. So ഇതാണ് നോമിനൽ. ഈ ഒരു ലൈൻ സെപ്പറേറ്റ് ചെയ്യുന്ന ലൈനിന്റെ നമ്മൾ W transpose X plus B എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0. അപ്പം ഇവിടുത്തെ 1 2 3 4 5 6 7 പോയിന്റ്സ്, ഈ 7 പോയിന്റ്സ്, ഈ 7 പോയിന്റുകൾക്കും വി വിൽ ഹാവ് സം വെയിറ്റ് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചേരുന്നതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. അപ്പം ഈ പോയിന്റുകൾ, ഇത് ട്രെയിനിങ് ഫേസ് ആണ് പറയുന്നത്. സോ ഈ പോയിന്റുകൾ ആക്ച്വലി ആക്യുറസി. ഈ ഓരോ പോയിന്റുകൾക്കും വി ക്യാൻ അസൈൻ സം വെയിറ്റ്. അപ്പം ഇത് 2, ഇതിനെല്ലാം കൂടെ ചേർന്നിട്ട് വി ക്യാൻ ഡ്രോ എ മെട്രിക്സ്. മെട്രിക്സ് എന്ന് പറയുന്നത് W എന്ന് പറയുന്നത് വിൽ ബി എ മെട്രിക്സ്. ഇതിനകത്ത് 1 2 3 4 5 6 7 7 പോയിന്റുകളുണ്ട്. സോ ഇവിടെ ഒരു 7 by 1 മെട്രിക്സ് ആയിരിക്കും വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ X എന്ന് പറയുന്നത് ഇവിടെ ഒരു 7 by 1 മെട്രിക്സ് ആയിരിക്കും. ഇവിടെ 1 cross 7 ആയിരിക്കും. അപ്പം 7 പോയിന്റുകൾ, ആ 7 പോയിന്റിന്റെ വെയിറ്റ് അതാണ് W into X എന്നാണ്. അതുപോലെ സിമിലർലി ഇവിടുത്തെ പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാൽ W into X. അപ്പൊ ഈ പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാൽ വിൽ ബി ഗ്രേറ്റർ ദാൻ എ ബൈനറി വാല്യൂ +1, getting a binary value of -1. അപ്പൊ ഈ പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റുകൾ ഇതിനകത്ത് അസ്യൂം സം പോയിന്റ്സ് ആയ ആ പോയിന്റുകളുടെ വെയിറ്റ് വി ആർ ഗിവിംഗ് and അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ will be equal to 0. So X are the points, W are the weights assigned to the points and B is the bias. Okay, next question.
യെസ് സർ, മെൻഷൻ ചെയ്ത ടെക്സ്റ്റ് ബുക്കിന്റെ പേര് ചോദിക്കുന്നുണ്ട് കുട്ടികൾ. ഏത് ടെക്സ്റ്റ് ബുക്കാണ് റെഫർ ചെയ്യേണ്ടത്? യെസ്, സപ്പോർട്ട് വെക്ടർ മെഷീനെ നിങ്ങൾ മെഷീൻ ലേണിംഗിനകത്ത് SML പഠിച്ചവരാണ്. ഹാനിന്റെ ടെക്സ്റ്റ് ബുക്കാണ്. ഹാനിന്റെ ടെക്സ്റ്റ് ബുക്കാണ് ഡാറ്റാ മൈനിങ് ടെക്നിക്സിന് ഏറ്റവും ബെറ്റർ. ഹാൻഡ് ഈ SVMന് വേണ്ടിയിട്ട് SVMന്റെ ഹാൻഡിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. പിന്നെ ക്ലസ്റ്ററിംഗ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ അരുൺ കെ പൂജാര എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആണ്. സോ ഇതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് ഫസ്റ്റ് റീഡിങ്ങിന്. Okay, sir. So Kavya Santosh is asking, what does a bias actually mean? സോ ബയസ് എന്ന് പറയുന്നത് വി ക്യാൻ അഡ്ജസ്റ്റ് ദ വാല്യൂസ്. ഇപ്പൊ ബയസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ചുമ്മാ അസംഷനിൽ കൊടുക്കാൻ പറ്റത്തില്ല. നേരത്തെ ഇപ്പൊ ട്രയൽ ആൻഡ് എററിൽ നമ്മളിപ്പം നേരത്തെ കുറെ എക്സ്പെരിമെന്റുകളിൽ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വി ക്യാൻ സി ഇപ്പൊ ആ ബയാസ് ഇപ്പോൾ ലെറ്റ് ഇറ്റ് ബി 0.2 കിടക്കുമ്പോഴാണ് നമുക്കിപ്പം വി ആർ getting 0 അല്ലെങ്കിൽ -1 കിട്ടുന്നത്. സോ ഫോർ അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ ബേസ്ഡ് ഓൺ ട്രയൽ ആൻഡ് എറർ എക്സ്പെരിമെന്റ് ഓൺലി വി ആർ ഗെറ്റിംഗ് ടു 0. സോ അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ പാരാമീറ്റർ അഡ്ജസ്റ്റ്മെന്റ് ആണത്. Okay, sir. So Subin Solomon is asking, can we do a multi-class classification using SVM? മൾട്ടി ക്ലാസ് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. മൾട്ടി ക്ലാസ് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലുള്ള ലീനിയർ സെപ്പറബിൾ പ്രോബ്ലംസ് അല്ല, നോൺ ലീനിയർ സെപ്പറബിൾ പ്രോബ്ലംസ് ആണ്. അതായത് ഹയർ ഡിഗ്രി SVMs നമുക്ക് ട്രൈ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഒരു ലീനിയർ ഇപ്പൊ ഈ ലീനിയാരിറ്റി മാറ്റിയിട്ട് ഇപ്പൊ നമുക്ക് സ്ക്രീനിൽ കാണാം ഇതൊരു സിംഗിൾ ലൈൻ ആണ്. ഇപ്പം സിംഗിൾ ലൈൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ അസ്യൂം ഈ സൈഡിലേക്ക് നമ്മൾ ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പൊ നമുക്ക് വി ആർ ഗെറ്റിംഗ് 3 പ്ലെയിൻസ്. ഈ സൈഡിലൊരു പ്രോബ്ലം, ഈ സൈഡിലൊരു പ്രോബ്ലം, ഈ സൈഡിലൊരു ഏരിയ, അങ്ങനെ 3 ഏരിയാസ് കിട്ടും. അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് വീണ്ടും ആഡ് ഓൺ ഫീച്ചേഴ്സ് ഇത് വീണ്ടും നമുക്ക് ഹയർ ഡിഗ്രി SVMs ട്രൈ ചെയ്യാൻ പറ്റും. മൾട്ടി ക്ലാസ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ക്ലാസ്സിന് ട്രൈ ചെയ്യാൻ പറ്റും. Okay, sir. So why support vector machine എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എനിവൺ അല്ല ഒന്നുകൂടെ പറയാം. Sir, why support vector machine? Why we use support vector machine? Yeah. Yes. എന്തിനാണ് ക്ലാസ് ചെയ്യുന്നതെന്നായിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത്. ഹലോ അതാണ് ഉദ്ദേശിച്ചത് തോന്നുന്നു സർ. കേൾക്കാവോ? അനഘ കേൾക്കാവോ? കേൾക്കുന്നുണ്ട് സർ, കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇന്നത്തെ ക്ലാസ്സിന് വൈ സപ്പോർട്ട് വെക്ടർ മെഷീൻ എന്നാണ് ചോദ്യമെങ്കിൽ സോ സപ്പോർട്ട് വെക്ടർ മെഷീൻ നമുക്ക് കവർ ചെയ്യേണ്ട 4th മൊഡ്യൂൾ ടോപ്പിക് ആയതുകൊണ്ടാണ്. ഈ എന്തിനാണ് ക്ലാസിഫിക്കേഷൻ സപ്പോർട്ട് വെക്ടർ മെഷീൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് വെക്ടർ മെഷീൻ കൂടാതെ തന്നെ നെയിം ബേസ് പ്രോബ്ലംസ്, ഡിസിഷൻ ട്രീ പ്രോബ്ലംസ് ഇതെല്ലാം നമുക്ക് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ സപ്പോർട്ട് വെക്ടർ മെഷീൻ നമുക്ക് അതായത് ഇപ്പം സെപ്പറേറ്റ് ചെയ്യുന്ന കേസുകളിൽ ഇപ്പം ഡിസിഷൻ ട്രീ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫീച്ചേഴ്സിന്റെ വെയിറ്റ്സ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ആ പ്രോസസ്സ് ഡിഫറെന്റ് ആണ്. അപ്പം നെയിം ബേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ചെയിൻ പ്രോബബിലിറ്റിക്ക് അസംഷൻ ഇമ്പോർട്ടൻസ് ഉള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പം ഇന്ന് മഴ പെയ്തിട്ട് നാളെ മഴ പെയ്യാനുള്ള ചാൻസ്, ഇപ്പൊ ഇന്ന് 2 ദിവസത്തെ പ്രോബബിലിറ്റി വെച്ചിട്ട് 3rd ഡേ മഴ പെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു ചെയിൻ ഓഫ് പ്രോബബിലിറ്റി അസംഷൻ വെച്ചിട്ടും ഇൻഡിപെൻഡന്റ് പ്രോബബിലിറ്റി അസംഷൻ ഉള്ള പ്രോബ്ലംസ് നോക്കിയിട്ടാണ് നെയിം ബേസ് അപ്ലൈ ചെയ്യുന്നത്. എപ്പോഴും ഏത് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ചെയ്യണം നിങ്ങളുടെ ഒരു പ്രോജക്റ്റിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഡേറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ ഐഡന്റിഫൈ ചെയ്യുക. ആ ഡേറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്താണോ പറയുന്നത് നമുക്ക് ആ ഡിസ്ട്രിബ്യൂഷൻ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഏത് ക്ലാസിഫിക്കേഷൻ വേണം എന്ന് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ സർ. സർ ഇതിലിപ്പോ സപ്പോർട്ട് വെക്ടേഴ്സും മാർജിനും ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് കുട്ടികൾ നമ്മളിപ്പോ എത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. സോ ഇതിപ്പോ പറഞ്ഞു ഒരു ലൈൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റീജിയൻ ഉണ്ട്, ആ ലൈൻ, അതിനാണ് മാർജിൻ എന്ന് പറയുന്നത്. അത് മാർജിൻ എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദീസ് പോയിന്റ്സ്. അപ്പൊ ആ പോയിന്റുകളെയാണ് ഏത് പോയിന്റുകൾ വരെയാണോ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത് അതിനെയാണ് സപ്പോർട്ട് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് മാക്സിമം മാർജിനൽ ഹൈപ്പർ പ്ലെയിൻ മൊത്തത്തിൽ. ഇനി അതിനൊന്ന് ടിൽറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഇസ് ഒപ്റ്റിമം മാർജിനൽ ഹൈപ്പർ പ്ലെയിൻ. Okay, sir. Suraj CR is asking, are SVM simple to train? സിമ്പിൾ ടു ട്രെയിൻ മീൻസ് നമുക്കൊരു മെഷീൻ ലേണിംഗ് പ്രോബ്ലം ട്രെയിൻ ചെയ്യണമെങ്കിൽ പല ഫാക്ടേഴ്സ് ആണ്. ഒന്ന് നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി ഓഫ് ഡേറ്റയ്ക്ക് മുന്നേ ഏത് ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണെന്ന് നോക്കണം. അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. 2 ഇപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞ മൾട്ടി ക്ലാസ് ആണോ മൾട്ടിപ്പിൾ ക്ലാസ് ആണോ, പിന്നെ നമുക്കിപ്പം ഡീപ് ലേണിംഗ് ഒക്കെ വെച്ചിട്ട് കൂടുതൽ ഹയർ 10,000 ഇമേജസിനെയൊക്കെ ട്രെയിൻ ചെയ്യേണ്ടി വരുന്ന കേസുകളുണ്ട്. അപ്പം ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആദ്യം വേണം. ഇപ്പം രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ഡേറ്റയുടെ ക്വാണ്ടിറ്റി ഒരു ഫാക്ടറാണ്. ഇപ്പൊ കുറച്ച് ക്വാണ്ടിറ്റി ചിലപ്പം ഒരു 250 ഇമേജസ് അല്ലെങ്കിൽ ഡേറ്റ ഉള്ളു, ചിലപ്പോൾ
10,000 അനുസരിച്ചിട്ട് നമുക്ക് എന്താ പറയുക ഈ ഒരു ട്രെയിൻ പ്രോസസ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ലേണിംഗ് റേറ്റ് മാറ്റേണ്ടി വരും, നമ്പർ ഓഫ് ഇറ്ററേഷൻസ് മാറ്റേണ്ടി വരും. അപ്പൊ അത് പ്രോബ്ലത്തിനനുസരിച്ചിട്ട് മാറും. ഇപ്പൊ നമുക്കിപ്പോൾ 200 ഡേറ്റ 250 ഡേറ്റ ഒക്കെ ഉണ്ടെങ്കിൽ വിത്തിൻ 15 മിനിറ്റ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റും. അപ്പം അത് ഈസിയാണ്. പിന്നെ അല്ലാതെ ഇപ്പൊ 1-2 ദിവസം എടുത്തിട്ട് ട്രെയിൻ ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട് ഡീപ് ലേണിംഗിലൊക്കെ. അപ്പൊ അവിടെയൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ എസ്റ്റിമേറ്റ് ഉപയോഗിക്കുമ്പോൾ ടൈം എടുക്കും. സർ, സ്റ്റുഡൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് കോൺസെപ്റ്റൽ ആയിട്ടാണോ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടാണോ കൂടുതൽ പഠിക്കേണ്ടത് എന്നുള്ളൊരു ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് ഇപ്പൊ ആദ്യം ഇപ്പൊ ഇത്രയും പറഞ്ഞ തിയറി പോർഷൻസിലും അതിന്റെ ഇക്വേഷൻസും പിന്നെ വിത്ത് ഫിഗേഴ്സ് യു ക്യാൻ പ്രസന്റ് ഇൻ ഡയറക്ട്ലി വിത്ത് പേപ്പർ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇതിന്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്. അതായത് ഈ ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ ഒരു ഡെറിവേഷൻ ഉണ്ട്. അപ്പൊ അത് യു ട്രൈ ഔട്ട് ആൻഡ് അതും ചോദിച്ചിട്ടുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ അതും ചോദിച്ചിട്ടുണ്ട്. തിയറി എന്തായാലും നിങ്ങൾക്ക് ഇതിന് ഇംപ്ലിമെന്റേഷൻ ഒന്നും ഇല്ല. ഇപ്പൊ ഇംപ്ലിമെന്റേഷൻ ആണെങ്കിൽ പറഞ്ഞാൽ ഇപ്പൊ SQL എന്നൊക്കെ പറഞ്ഞ പാക്കേജ് വെച്ചിട്ട് SVM ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അത് ഒറ്റ ലൈൻ കോഡാണ് പൈത്തനകത്ത്. അപ്പൊ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പറയുന്ന തിയറീസും ഈ ഒരു ഇതിന്റെ ഒരു ഒഫീഷ്യൽ നിങ്ങളൊരു ജസ്റ്റിഫിക്കേഷനും ഇതിന്റെ ഡിസ്റ്റൻസ് കാൽക്കുലേഷനും അതിന്റെ ഈ ഒരു പറയുന്ന തിയറി പ്രോബ്ലം അത് മാത്രം മതിയോ? ഇത്രയും മാത്രം മതിയോ? Okay, sir. Next question: what is the difference between using kernel functions and kernel trick? So kernel functions എന്ന് പറയുമ്പോഴത്തേക്ക് kernel functions എന്ന് പറയുമ്പോഴത്തേക്ക് we have some dedicated functions. ഞാൻ അതിന്റെ ഇക്വേഷൻസ് ആഡ് ചെയ്യാൻ വിട്ടുപോയി. പോളിനോമിയൽ കർണൽ എന്ന് പറയുമ്പോൾ സിംഗിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കിപ്പോൾ AX² പ്ലസ് അത് പോളിനോമിയൽ കർണലല്ല, നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷൻ പറഞ്ഞാൽ AX² പ്ലസ് BX പ്ലസ് C. അപ്പം ആ ഗോസിയൻ കർണൽ പറഞ്ഞാൽ e⁻π/√2πi അങ്ങനെ ഇക്വേഷൻസ് ഉണ്ട്. സോ വി ഹാവ് സം മാത്തമാറ്റിക്കലി ഡിറൈവ്ഡ് ഫംഗ്ഷൻസ്. അപ്പൊ അത് നേരത്തെ എക്സാമ്പിളിൽ നേരത്തെ എക്സ്പെരിമെന്റേഷനിൽ റിയൽ വേൾഡ് ഡേറ്റയിലൊക്കെ ട്രൈ ചെയ്ത് ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇക്വേഷൻസ് ആണ്. സോ വി ക്യാൻ സിംപ്ലി അപ്ലൈ നമ്മുടെ പ്രോബ്ലം നോക്കിയിട്ട് ഏത് കേർണൽ ഫംഗ്ഷൻസ് വേണം എന്നുള്ള ഈ ഡെഡിക്കേറ്റഡ് കേർണൽ ഫംഗ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ദിസ് ഈസ് കേർണൽ ഫംഗ്ഷൻ. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോബ്ലം മൾട്ടി ക്ലാസ് ആണോ എന്ന് വെച്ചിട്ട്. സി കമ്മിങ് ടു കേർണൽ ട്രിക്ക് ചിലർ പേപ്പറിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ യൂസ് സം അവർ ഓൺ ഫംഗ്ഷൻസ്. നമുക്ക് ഇങ്ങനെ ഫംഗ്ഷൻസ് ഡെറൈവ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലത്തിന് അഡാപ്റ്റബിൾ ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റണം. സോ ചിലത് കേർണൽ ഫംഗ്ഷൻസ് വെച്ച് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റണമെന്നിരിക്കത്തില്ല. ചിലപ്പോൾ ഇപ്പോൾ നോയ്സ് ഔട്ട്ലൈറ്റ്സ് ഒക്കെ കാണും. സോ അവിടെ നമുക്ക് അവരെയൊക്കെ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് എടുക്കണം. സോ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വി ക്യാൻ അപ്ലൈ ദ കേർണൽ ട്രിക്സ്. സോ വി ക്യാൻ ഡിഫൈൻ ലൈക്ക് ദിസ് ഇക്വേഷൻ. Okay, sir. നമുക്ക് സമയത്തിന്റെ പരിമിതി മൂലം we are moving on to the next 20 minutes slot. Any pending Q&A questions would be addressed offline after session completion. So you can move ahead with the second session. Yeah, fine. Okay. സോ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ വി വിൽ കുറച്ചും കൂടി ടൈം ഉണ്ടെങ്കിൽ വി വിൽ കവർ ദ പോർഷൻസ് ആക്ച്വലി. സോ വി ക്യാൻ മൂവ് ടു ദ റിഗ്രഷൻ. അപ്പം റിഗ്രഷനും ഇതേപോലെ പറയാൻ കഴിഞ്ഞാൽ നമുക്ക് റിഗ്രഷന്റെ ഡീറ്റെയിൽഡ് ചാപ്റ്റേഴ്സ് ഒക്കെ പല ടെക്സ്റ്റ് ബുക്കുകളിലും ഉണ്ട്. ഒരുപാട് പോകേണ്ടി വരും. അപ്പം ഈ ഷോർട്ട് ടൈമിൽ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു സമ്മറി മാത്രമാണ്. അതിലും ഒരു പ്രോബ്ലം ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതും നമുക്ക് എഴുതി കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് ഞാൻ സ്ലൈഡിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, so what about regression? So that's next one. Because പഠിച്ചിട്ടുണ്ട്, പ്ലസ് ടു ഒട്ടേ കേൾക്കുന്ന കാര്യമാണ് റിഗ്രഷൻ. ആൻഡ് റിഗ്രഷൻ എന്ന് പറയുമ്പം വി ക്യാൻ ഫൈൻഡ് ദ പ്രഡിക്ഷൻസ്. ഇപ്പോൾ ഉള്ള കുറെ ഡേറ്റയുടെ അസംഷൻ വെച്ചിട്ട് വി ക്യാൻ ഫൈൻഡ് ദ ഫ്യൂച്ചർ പ്രഡിക്ഷൻസ്. ഭാവിയിലേക്കുള്ള വാല്യൂസിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വില കഴിഞ്ഞ ഒരു 10 വർഷത്തെ വില വെച്ചിട്ട് 2022 വാല്യൂസ് നമുക്ക് predict ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റിഗ്രഷൻ. റിഗ്രഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഈ റിഗ്രഷൻ എന്ന് പറയുന്നത് പല രീതിയിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ലീനിയർ റിഗ്രഷൻ, അതിൽ തന്നെ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ, ലോജിസ്റ്റിക് റിഗ്രഷൻ, നോൺ ലീനിയർ റിഗ്രഷൻ. ഓഡിയോ ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ ആണോ? സംബഡി ക്യാൻ ചാറ്റ്. ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. ഓക്കെ. സോ നോൺ പാരാമെട്രിക് റിഗ്രഷൻ, റോബസ്റ്റ് റിഗ്രഷൻ, സ്റ്റെപ്പ് വൈസ് റിഗ്രഷൻ. അപ്പം ഇത് ഞാൻ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് വേണ്ട കുറച്ച് ബേസിക് എക്സാമ്പിൾസ്. ഫോർ എക്സാമ്പിൾ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ, ദ ഫസ്റ്റ് വൺ. ഇത് നമ്മുടെ KTU എക്സാമിന് വേണ്ടിയിട്ട് മാത്രം ആയതുകൊണ്ടാണ് കുറച്ച് മാത്രം ആഡ് ചെയ്തേക്കുന്നത്. സിമ്പിൾ ലീനിയർ റിഗ്രഷൻ. You can see some examples. Y is equal to AX plus B. Y is equal to AX plus B എന്ന് പറയുന്നത്,
we need to predict the value of y. Y ആണ് നമുക്ക് ആക്ച്വലി കിട്ടേണ്ടത്. So based on the values of x, നമുക്കിപ്പോൾ current values വെച്ചിട്ട് we need to predict the values of y. And y എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് എക്സ് ഇസ് എ ഡിപെൻഡന്റ് വേരിയബിൾ. അപ്പം വി നീഡ് ടു പ്രെഡിക്ട്. അപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് യൂസിംഗ് ദിസ് വി നീഡ് ടു പ്രെഡിക്ട് ദ ഡിപെൻഡന്റ് വേരിയബിൾ വൈ ആൻഡ് ദിസ് ഈസ് കോൾഡ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ. ഇപ്പം നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങളുടെ റാങ്ക് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യാണ്. എക്സ് ആക്സിസിൽ നിങ്ങളുടെ റാങ്ക് വേണമെന്ന് വെക്കുക. അപ്പം നമുക്ക് വി ക്യാൻ ട്രൈ ലൈക്ക് ദാറ്റ്. ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ അസ്യൂം എക്സ് ആക്സിസിൽ നമുക്ക് ഒരു വാല്യൂ മാത്രമല്ല, ഇപ്പൊ മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ട് ഒരേ സമയത്ത്. ഇപ്പം നിങ്ങളുടെ KTUവിന്റെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് നിങ്ങളുടെ അക്കാഡമിക് സ്കോറും അതേപോലെ തന്നെ നിങ്ങളുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്പോർട്സിന്റെ മാർക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അങ്ങനെ മൾട്ടിപ്പിൾ വാല്യൂസ് വെച്ചിട്ട് വി നീഡ് ടു പ്രെഡിക്ട് ദ വാല്യൂസ് ഓഫ് വൈ. സോ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ 0 plus alpha and xn. So this is simple linear regression and multiple regression. And coming to polynomial regression. Polynomial regression എന്ന് പറയുമ്പോഴത്തേക്ക് we need, അതായത് ഈ സിമ്പിൾ ലീനിയർ റിഗ്രഷനിലും മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനിലും ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പം ഒരു ലൈൻ വരച്ച് നമുക്ക് ലീനിയർ റിഗ്രഷൻ വെച്ച് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ നമ്മുടെ 2 ഡയമെൻഷനിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ വി ക്യാൻ നീഡ് ഫോർ ഹയർ ഡിഗ്രി കാറ്റഗറൈസേഷൻ മെത്തേഡിലേക്ക് പോകണം. സോ ഹിയർ വി ക്യാൻ ഗോ ഫോർ പോളിനോമിയൽ റിഗ്രഷൻ. പോളിനോമിയൽ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചതുപോലെ തന്നെ വി ക്യാൻ പ്രെഡിക്ട് ദ വാല്യൂ ഓഫ് y is equal to a0 a1x plus a2x square plus etc up to an xn. And coming to logistic regression, ഈ ലോജിസ്റ്റിക് റിഗ്രഷനിൽ തന്നെ നമുക്ക് സിഗ്മോയിഡ് റിഗ്രഷൻ ഉണ്ട്. സോ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് സം വാല്യൂ 0 1. ഇപ്പൊ ബൈനറി ആണെന്ന് പറയുമെങ്കിലും നമുക്ക് 0യ്ക്കും 1നും ഇടയിൽ ഒരു ഗ്രാഫ് പോലെ ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ്. നമുക്ക് ഇങ്ങനൊരു 0യ്ക്കും 1നും ഇടയിലുള്ള ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ് 0യ്ക്കും 1നും ഇടയിലേക്കുള്ള വാല്യൂസ് നമുക്ക് പ്ലോട്ട് ചെയ്യണം. സോ നമുക്ക് വി ക്യാൻ ഗോ ഫോർ ലോജിസ്റ്റിക് റിഗ്രഷൻ. ആൻഡ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു കാര്യം ലീനിയർ റിഗ്രഷൻ ആണ്. ലീനിയർ റിഗ്രഷൻ ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ റെഫർ പറഞ്ഞേക്കുന്നത്. ബാക്കി റിഗ്രഷൻസും ഉണ്ട്. സോ വി ക്യാൻ സ്റ്റാർട്ട്. സോ ദിസ് ഈസ് എ ഡാറ്റ. നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഡാറ്റ കിട്ടുന്നത്. ആൻഡ് ഇതാണ് അതിന്റെ ഒരു ലീനിയർ റിഗ്രഷൻ മോഡൽ. ആൻഡ് ഇതിനകത്ത് this x-axis is the data, y ആണ് we need to predict actually. So ഇപ്പം ഈ പറയുന്ന ബ്ലാക്ക് പോയിന്റ്സ് എന്ന് പറയുന്നത് അതിൽ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി മാപ്പ്. ഇപ്പൊ ഇവിടുത്തെ വാല്യൂ 5 ആണ്. ഇപ്പൊ ഇവിടുത്തെ വാല്യൂ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ ഈസിയാണ്. പക്ഷെ നമുക്ക് ഈ ട്രെയിനിങ് സമയത്ത് നമുക്ക് കിടക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് കറക്റ്റ്ലി എക്സാക്ട്ലി ഈ പോയിന്റിൽ ഈ ലൈനിൽ ആയിരിക്കണമെന്നില്ല. സോ ദിസ് വൈറ്റ് പോയിന്റ്സ് ഇങ്ങനെ ആയിരിക്കും ഡാറ്റ കിടക്കുന്നത്. സോ ഇപ്പം ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് നമുക്ക് ഈ വൈറ്റ് പോയിന്റ്സിനെ ഇതിനകത്തേക്ക് മാപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എത്രത്തോളം നമുക്ക് ഈസി ആയിട്ട് പറ്റും എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് വൈറ്റ് പോയിന്റ്സ് ആൻഡ് ദ ലൈൻ. ഒരു ലൈൻ വെച്ചിട്ട് ഇവരെ എല്ലാം കൂടെ മാപ്പ് ചെയ്യാൻ പറ്റണം. അതും ഏറ്റവും എറർ കുറഞ്ഞെന്നുള്ള രീതിക്ക് മാപ്പ് ചെയ്യാൻ പറ്റണം. സോ ഈ ഒരു ഡിസ്റ്റൻസ്, അപ്പൊ ഈ വൈറ്റ് പോയിന്റ്സ് ആണ് യഥാർത്ഥത്തിൽ ഡാറ്റ കിടക്കുന്നത്. അതിന്റെ നമ്മളിങ്ങനെ ഒരു ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി ദ എറർ. സോ ബേസ്ഡ് ഓൺ ദ എക്സ് വാല്യൂ വി ക്യാൻ ഡിറ്റർമൈൻ ദ വാല്യൂ 5. സോ ഇതാണ് ഒരു ബേസിക് ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ടൈംസ് എന്ന് വെച്ചാൽ ആക്ച്വൽ വാല്യൂ, പ്രെഡിക്റ്റഡ് വാല്യൂ, അതിന്റെ ഡിഫറൻസ് ആണ് എറർ എന്ന് പറയുന്നത്. ആൻഡ് കമ്മിങ് ടു ഒരു സിമ്പിൾ പ്രോബ്ലം വെച്ചിട്ട് മാത്രം പറയാം. നമുക്ക് അധികം ഇതിന്റെ തിയറി പറയാനാണെങ്കിൽ എറർ മിനിമൈസേഷൻ അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടി വരും. ഇതാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വി ഹാവ് സം എക്സ് ആൻഡ് വൈ. ഇപ്പൊ ഒരു പ്രോബ്ലം തന്നേക്കാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. സോ നീഡ് ടു ഡിഫൈൻ എ മോഡൽ. സോ y ഈക്വൽ ടു x പ്ലസ് b ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിതൊന്ന് ബുക്കിലൊന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള എന്റെ പോർഷൻസ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് റിയൽ ആയിട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. സോ ഇനിഷ്യലി ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് ഇതിന്റെ ഒരു മോഡൽ കൺസ്ട്രക്ട് ചെയ്യണം. ദാറ്റ് ഈസ് y ഈക്വൽ ടു ax പ്ലസ് b. ആൻഡ് ഇവിടെ നമുക്ക് y വാല്യൂ വേണം. ആൻഡ് ഫോർ that we need to find some values. A വേണം. We need the value of b actually. So a can be estimated like this. അതായത് നിങ്ങൾ നോട്ട് ചെയ്യുന്നുള്ളവർക്ക് നോട്ട് ചെയ്യാം. That is covariance of x comma y by variance of x. This is the equation. Covariance of x comma y by variance of equation. And covariance of x comma y can be find out like this. That is bar into
by y bar n minus 1. So variance of x comma x in the bar into x bar this is a way we can find the values of a. And similarly, 3 plus 4 plus 5 by 5, that is x bar, and need to calculate by to be calculated. So നമുക്ക് y bar എന്ന് പറയുമ്പോൾ total values by the number of values 5 estimated. So ഇവിടെ പ്ലോട്ട് ചെയ്യാനായിട്ടുള്ള x ബാറും y ബാറും നമുക്ക് കിട്ടി, and we can apply covariance and covariance of x comma y നമുക്ക് കണ്ടുപിടിക്കാം. We can apply, find out the values of covariance of x comma y. So we are getting covariance of x comma y, and similarly variance of ax plus b ആണ്. സോ നമുക്ക് എ കിട്ടി, നമുക്ക് y = x plus b യിലെ എ കിട്ടി. ഇനി വേണ്ടത് ബി ആണ്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേറെ ടെക്നിക്കുകളുണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സാം ഹാളിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്ന് വെച്ചാൽ അപ്ലൈ ലൈക്ക് ദിസ്. അതായത് ബാർ, അപ്പം വേറെ ഒന്നുമില്ല. അതായത് ഈ y എന്ന് പറയുന്നത് അതേ പ്രോപ്പർട്ടീസ് തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളാണ് y ബാർ. അതായത് y എന്ന് പറയുന്ന ഇത്രയും വാല്യൂസിന്റെ മീൻ ആണ് y ബാർ എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ സാറ്റിസ്ഫൈ ദ പ്രോപ്പർട്ടി. സിമിലർലി x എന്ന് പറയുന്ന മൊത്തം വാല്യൂസിന്റെ മീൻ ആണ് x ബാർ. സോ ഇറ്റ് വിൽ സാറ്റിസ്ഫൈ ദ പ്രോപ്പർട്ടി. സോ y ബാർ = x ബാർ പ്ലസ് b, ആൻഡ് നമുക്ക് തിരിച്ചെഴുതി കഴിഞ്ഞാൽ b വി ആർ ഗെറ്റിംഗ് ദ y ബാർ മൈനസ് ax ബാർ. സോ y ബാർ തൊട്ട് മുന്നേ നമുക്ക് വി ആർ കാൽക്കുലേറ്റിംഗ് ഹിയർ മീൻ കിട്ടി, y ബാർ ഫ്രം ഹിയർ and x bar from here, and a also തൊട്ട് മുന്നേ കിട്ടി. So we can apply and find out the values of b. So ഇവിടെ നിങ്ങൾ ചെറിയൊരു കിട്ടി, and we need to find the value of y = ax plus b. So this is the linear regression y = ax plus b എന്ന് പറയുന്ന എസ്റ്റിമേഷൻ ആണ് we have performed like this. Okay, so ഇനി നമുക്ക് y = നമ്മുടെ x plus b ഇങ്ങനെ റീഡിഫൈൻ ചെയ്യാം. 0.425 x plus 0.785 എന്ന് നമുക്ക് മാറ്റാം. അപ്പം ഇപ്പൊ ഒരു ഇക്വേഷൻ കിട്ടി. ഇപ്പൊ നമുക്ക് നമ്മുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇഫ് വാല്യൂ ഓഫ് x = 6, നമ്മുടെ y വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ x attribute the value of x 6 in x. So we are getting the value of y. So this is a simple problem we have done using x ന്റെ value 6 ആണെങ്കിൽ we can predict like this using linear regression വെച്ച് ഒരു പ്രോബ്ലം ചെയ്യുന്നതാണ് കണ്ടത്. ആൻഡ് ഇതിന്റെ എറർ എസ്റ്റിമേഷൻസും പിന്നെ ഇതിന്റെ ഒപ്റ്റിമൈസേഷൻ പാർട്ടും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഉണ്ട്. നിങ്ങൾക്ക് ഇത്ര മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ടു ദ ലാസ്റ്റ് പോർഷൻ, മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനും നേരത്തെ പറഞ്ഞ ലീനിയർ റിഗ്രഷൻ തമ്മിൽ ഒരു വ്യത്യാസം എന്താണ്? ഇൻ ലീനിയർ റിഗ്രഷൻ നമുക്ക് ഒരു ഡിപെൻഡന്റ് വേരിയബിളോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഇവിടെ നമുക്ക് രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, x1 and x2, and we need to predict the value of y. അപ്പൊ ഇങ്ങനെ ഒരു ഡാറ്റ സെറ്റ് പരീക്ഷ തന്നിട്ടുണ്ട്, ഈ വാല്യൂ സെറ്റ് കൊടുക്കുകയാണ്. ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ. ഒരു മോഡൽ ബിൽഡ് ചെയ്യണം. സോ y എന്ന് പറയുന്ന മോഡലാണ് ബിൽഡ് ചെയ്യേണ്ടത്. സോ ദ ഇക്വേഷൻ ഈസ് β0 plus β1 x1 plus β2 x2. അപ്പം സോ വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് β0 വേണം, β1 വേണം, β2 വേണം. സോ ഫോർ ദാറ്റ് വി നീഡ് ടു ഫൈൻഡ്, we can functions ഉണ്ട്, derivations ഉണ്ട്. Simply we can write b this equation we can apply whole inverse x transpose y, and for that x നമുക്ക് x വേണം. So x നെ we can give, നമ്മൾ മാത്സിൽ പഠിച്ച സാധനം തന്നെ, x ൽ we can represent like this കോളത്തിൽ we are giving us 1 here, x11 x21 etc up to xn1 x12 etc up to xn2, like this we can form x. So ഇതിനകത്ത് x കിട്ടി, and then we need y. We can represent, നമ്മൾ മാത്സിൽ പഠിച്ച പോലെ തന്നെ y1 y2 etc up to yn, and finally we need a b matrix. So ഇതാണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ β0 β1 βn. So this is the things we need to establish.
And for that, ഇതാണ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു ഇത്. സോ എക്സ് വേണം, വൈ വേണം, ബി വേണം. ആൻഡ് യൂസിങ് ദ ഡേറ്റ ആൻഡ് ദ ഇക്വേഷൻ നോക്കൂ. x is equal to in the left column we are right here and 1 2 2 to etc up to n2, that is 2 2 then 0 1. Is it okay? Fine. So this is a way we can write the x. Then we can find out the value of y എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ 3.25 6.3.55 and similarly beta and into നമുക്ക് ബീറ്റ എന്ന് പറയുന്നത് 3 വാല്യൂസ് ആണ്. So we need to find beta 0 beta 2 y b and we need to find നമുക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. x ട്രാൻസ്പോസ് x വേണം, അതിന്റെ ഇൻവേഴ്സ് വേണം, and we need to multiply with x ട്രാൻസ്പോസ് y. So we need to find, so x ഉണ്ട്, y ഉണ്ട്, b, so x transpose x we can calculate the inverse adjacent add inverse എങ്ങനെ കണ്ടുപിടിക്കുന്നത്, adjoint of a by determinant of a അല്ലേ. So x transpose x the whole inverse like this and we can find the value of beta b like this, x transpose x the whole into inverse and x transpose into y. So ഇത് നിങ്ങൾക്ക് multiplication point of view ചെയ്യണം. So we can perform like this matrix multiplication ചെയ്യുമ്പോൾ we are getting a b. So that is actually എന്താണ് beta 0, beta 1 and beta 2. B എന്ന് പറയുന്നത് this will be beta 0, beta 1 and beta 2. So we are getting some beta 1. This is beta 1 and this is beta 2 and this is beta 3. So we can write beta 0 minus beta 1 x1 plus beta 2 and predict the value of y. So this is a training part. Okay, so this is all about simply the regression. So regression on the conclude just on the so regression is all about prediction. Regression pala രീതിയിൽ linear regression, logistic regression, non-linear, non-parametric, probability set wise. So simple linear regression എന്ന് വെച്ചാൽ y is equal to x plus b. Multiple regression എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ x values independent variables ഉണ്ട്. And polynomial regression എന്ന് വെച്ചാൽ higher degree ഡേറ്റയിലേക്ക് നമുക്ക് regression values അപ്ലൈ ചെയ്യണമെങ്കിൽ we need polynomial regression. വേറെ ടെക്നിക്സ് ഉണ്ട്, ഗോസിയൻ റിഗ്രഷൻ ഒക്കെ ഉണ്ട്. ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ അനോട്ടേറ്റ് ചെയ്തേക്കുന്ന പോലെ 0 1 ഇടയ്ക്കുള്ള വാല്യൂസ് നമുക്ക് മാപ്പ് ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് ലോജിസ്റ്റിക് റിഗ്രഷൻ. അതിൽ തന്നെ സിഗ്മോയിഡ് റിഗ്രഷൻ ഒക്കെ ഉണ്ട്. ആൻഡ് ലീനിയർ റിഗ്രഷൻ ആണ് ആദ്യം പറഞ്ഞത്. നമുക്ക് ആക്ച്വൽ വാല്യൂ ഉണ്ട്, പ്രെഡിക്റ്റഡ് വാല്യൂ ഉണ്ട്, ഈ ഒരു ഡിസ്റ്റൻസ് ആണെന്ന് പറയുന്നത്. ഈ എല്ലാ പോയിന്റുകളെ നമുക്കൊരു ലൈൻ വെച്ചിട്ട് ഇങ്ങനെ മാപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഏറ്റവും ഈ എറർ എത്രയും കുറയുന്നോ, ഡിസ്റ്റൻസ് എത്രയും കുറയുന്നോ അത്രയും ആക്യുറസി നമുക്ക് കൂടുതലായിട്ട് കിട്ടും. ആൻഡ് നമ്മളൊരു പ്രോബ്ലം ചെയ്തു, നമ്മുടെ ഈ ഫൈസിക്കൽ എക്സ് പ്ലസ് ബി അത് ചെയ്യുന്ന രീതികൾ കണ്ടു, കോവേരിയൻസും വേരിയൻസും ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്തു. ആൻഡ് ദിസ് ഇസ് എ വേ വി ക്യാൻ ഫൈൻഡ് എ ലീനിയർ റിഗ്രഷൻ മോഡൽ. And second one, multiple linear regression. So this is equation beta 0, beta 1 and beta 2 x2. So this is the way we can estimate and this is the way we can get max. നമ്മൾ നേരിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. 20 മിനിറ്റ്സിൽ നമ്മൾ we are speeding up all the things. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. So hope നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ you can easily catch. Okay. ഇനി നമുക്ക് ടൈം കിട്ടുമ്പോൾ കുറച്ചും കൂടെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. വേറെ റിഗ്രഷൻ ഉണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തൽക്കാലം നമുക്ക് ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാം. Okay, fine. Is it okay? And shall we take some questions? Okay, sir. Sir, first half में कुछ questions चल रहा है. I begin with the questions after the second half. तो हमको सामने देखिए बात questions है. Questions between binary classifier and multiple classifier. Oh, binary classifier and multiple classifier. Hello. മൾട്ടിപ്പിൾ ക്ലാസിഫൈ. സോ ബൈനറി ക്ലാസിഫയർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ക്ലാസിഫൈ ചെയ്യേണ്ട കാറ്റഗറി എന്ന് പറയുന്നത് രണ്ട് കാറ്റഗറി മാത്രം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ സ്പാം ഓർ നോട്ട് സ്പാം, കാറ്റ് വെസ് ഡോഗ് ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റിയൽ ഡാറ്റ സെറ്റ്സ് ആണ്. കാറ്റ് വെസ് ഡോഗിന്റെ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം 2 കാറ്റഗറി ആയിട്ട് മാത്രം തിരിക്കണം എന്ന് വെച്ചാൽ ലെറ്റ് ഇറ്റ് ബി ബൈനറി ക്ലാസ്. മൾട്ടിപ്പിൾ ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ ഒരു 10 ക്ലാസ് നമുക്ക് മൊത്തം ഡാറ്റ 10 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റണം. അപ്പം കുറെ അനിമൽസിന്റെ ഇമേജസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാറ്റ്, ഡോഗ്, പിന്നെ ഇങ്ങനെ പല കാറ്റഗറി, ഇപ്പൊ എലിഫന്റ്സ്, ഡക്ക്, ഇങ്ങനെ പല കാറ്റഗറി ആയിട്ട് നമുക്ക് ഡാറ്റാസിനെ തിരിക്കാൻ പറ്റും. ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ക്ലാസ്. സോ that is the difference between binary and multiple. So next question, can we apply the kernel trick to logistic regression?
Can we apply the kernel in the logistic regression? Yeah, we have some logistic kernel function also. ഈ logistic regression അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന logistic functions ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്നത് ബേസിക്കലി വി ഹാവ് സം ലോജിസ്റ്റിക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തുകൊണ്ടാണ്. അപ്പം ലീനിയർ റിഗ്രഷൻ അല്ല, അടുത്ത നോൺ ലീനിയർ മോഡൽസ് ആണ് ഈ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഫംഗ്ഷൻസ് ഡയറക്ട്ലി അപ്ലൈ ചെയ്യും. അതായത് ലോജിസ്റ്റിക് ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പൊ സിഗ്മോയിഡ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ വി ക്യാൻ പെർഫോം ദ ലോജിസ്റ്റിക് റിഗ്രഷനകത്ത് ആ മോഡലിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ലീനിയർ റിഗ്രഷൻ എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത് ഒരു 1 ഡിഗ്രിയാണ്. ഡിഗ്രി എന്ന് പറയുന്നത് 1 ആയിരിക്കും ഓൾവേസ്. സോ നമുക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. സോ ദ ഡിഗ്രി വിൽ ബി 1 ഓൾവേസ്. Can you explain the multiple linear regression? Multiple linear regression. ഈ ഒരു സെയിം ഫിഗറിൽ തന്നെ ദിസ് ഇസ് എക്സാമ്പിൾ ഓഫ് ലീനിയർ റിഗ്രഷൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ വി ഹാവ് ഡെൽറ്റ് വിത്ത് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ. ഇപ്പൊ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ് ആക്സിസ് എന്ന് പറയുന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് വൈ എന്ന് പറയുന്നത്. അപ്പം എക്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരാളുടെ ഇപ്പൊ ഒരു ബാറ്റ്സ്മാന്റെ എന്ന് പറയുന്നത് അതിന്റെ ഇതാണ് ലീനിയർ റിഗ്രഷൻ. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ x1 അയാളുടെ റൺസ്, x2 എന്ന് പറയുന്നത് ചിലപ്പോൾ അയാളുടെ ടോട്ടൽ നമ്പർ ഓഫ് വിക്കറ്റ്സ് ടേക്കൺ, x3 എന്ന് പറയുന്നത് ചിലപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് 6 അയാൾ അടിച്ച 6കളുടെ എണ്ണം. ഇതെല്ലാം കൂടെ ഇപ്പൊ x1 ആയി അങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് വെച്ചിട്ട് വി ആർ പ്രെഡിക്റ്റിംഗ് ദ പെർഫോമൻസ്, ദാറ്റ് ഇസ് വൈ. അങ്ങനെ വരുന്ന കേസുകളിൽ ദാറ്റ് ഇസ് വി ആർ അപ്ലൈയിങ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ. അപ്പം അവിടെ x1 എന്ന് പറയുന്നത് അയാളുടെ സ്കോർ ആയിരിക്കും, x2 എന്ന് പറയുന്നത് അയാൾ എടുത്ത വിക്കറ്റുകളായിരിക്കും, y എന്ന് പറയുന്നത് അയാളുടെ ചിലപ്പോൾ പെർഫോമൻസ് ആയിരിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ വാല്യൂസ് എടുത്തിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ആക്ച്വലി. ഹലോ അനഘ. ഹലോ കുറച്ചുകൂടെ SVM അനഘ കേൾക്കുന്നില്ല അനഘ. ഹലോ ഓഡിബിൾ ആണ്, ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്നു. പറയൂ. ഹലോ ഞാൻ എന്റെ ചാറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈസ് ദ എറർ ദ ലോങ് ഡിസ്റ്റൻസ്? അജോയ് തോമസ്. അനഘ പറയുന്നത് കേൾക്കുന്നില്ല. ഹലോ അനഘ. ഹലോ കേൾക്കാം പറയൂ. കേൾക്കുന്നുണ്ട്. ലീനിയർ എന്ന് മാത്രമേ കേട്ടുള്ളൂ. ലീനിയർ പ്രോബ്ലം ചെയ്യാൻ പറ്റുമെന്നാണോ? ഹലോ അനഘ സത്യത്തിൽ കേട്ടില്ല, ഒന്ന് ചാറ്റ് ചെയ്യാൻ പറ്റുമോ? ലീനിയർ പ്രോബ്ലംസ് SVM വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്നല്ലേ? ലീനിയർ പ്രോബ്ലംസ് നമുക്ക് ഇപ്പം ലീനിയർ പ്രോബ്ലംസ് എങ്ങനെ SVM ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പം ഇത്രയും നേരം കണ്ടത്. അതിന്റെ പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് മാത്തമാറ്റിക്കലി വി ഹാവ് ഷോൺ എ പ്രോബ്ലം. പിന്നെ ഇതിന് ഡിഫിക്കൽട്ടി ആ പ്രോബ്ലംസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് ചില സമയത്ത് അതായത് നമുക്ക് ഇപ്പം ഈ ഡാറ്റ വാല്യൂസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, അതായത് പറ്റുന്നില്ല എന്ന് വെച്ചാൽ അതായത് ഈ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് ഇപ്പൊ വേറെ ഒരു ഗോസിയൻ മോഡലാണ് ഈ ഡാറ്റ കിടക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ലീനിയർ ലൈൻ വെച്ചിട്ട് നമുക്ക് അതിനെ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല, മോഡൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. Can you show an example for finding distance? Example for finding? സോ ഇപ്പൊ നമുക്ക് ഈ പോയിന്റ്സ് എന്ന് പറയുന്നത് ദിസ് ഇസ് വൈറ്റ് പോയിന്റ്സ്, ദിസ് ഇസ് ബിറ്റ് 2, 3. ഈ കിട്ടേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി 2, 4. This is 3, 3, 5. This is 3, 6. അപ്പൊ നമുക്ക് ഇതിന്റെ ഡിസ്റ്റൻസ് വി ക്യാൻ സിംപ്ലി
ഏറ്റവും സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ് യൂസിങ് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്. തന്നെ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിന്റെ എല്ലാം കൂടെ ഒരു അഗ്രഗേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഡിസ്റ്റൻസ് ആണോ സപ്പോർട്ട് വെക്ടർ മെഷീനിലാണോ? മാർജിൻ എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ആ ലൈനിൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള ഡിസ്റ്റൻസും 1/norm(w), ഇപ്പഴത്തേക്കും 1/norm(w), അങ്ങനെ ടോട്ടൽ മാർജിൻ ആണ് പറഞ്ഞിരിക്കുന്നത് 2/norm(w). ഒരുപാട് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ സ്പാം ഓർ നോട്ട് സ്പാം കാറ്റഗറൈസ് ചെയ്യുന്നത്. പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഡോഗ് നേരത്തെ പറഞ്ഞില്ല, ഡോഗ് ഇമേജ് ക്ലാസിഫിക്കേഷനകത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ചില ചാറ്റ് ബോട്ടുകളിൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് യെസ് ഓർ നോ പറയാനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അങ്ങനെ ഒരുപാട് ഇപ്പൊ മെഡിക്കൽ ഡയഗ്നോസിസിൽ പ്രൊഡിക്ഷൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കുറെ ഇമേജസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പം ക്യാൻസർ ഐഡന്റിഫൈഡ് ആണോ, ഇപ്പൊ ഇമേജസ് ട്രെയിൻ ചെയ്യും നമ്മൾ ഡീപ് ലേണിംഗ് വെച്ചിട്ട്, അപ്പൊ അതിനുണ്ടോ ഇല്ലയോ, ക്യാൻസറസ് ആണോ അഫക്റ്റഡ് ആണോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതൊക്കെ സപ്പോർട്ട് വെക്ടർ മെഷീൻ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിന്റെ എക്സാമ്പിൾ ആണ്. ബേസ്ഡ് ഓൺ പ്രോബ്ലം ഡേറ്റാസ് മാറുന്നതനുസരിച്ചിട്ട് അത് മോഡലും ഡിസ്ട്രിബ്യൂഷൻസും എല്ലാം മാറും. സപ്പോർട്ട് വെക്ടേഴ്സ് റാൻഡം, പ്രോബ്ലം മാറുന്നതനുസരിച്ച് ചേഞ്ച്. SVM കേട്ടില്ല, എന്നോട് പറയൂ. SVM ലാസ്റ്റ് നമ്പർ ഓഫ് ഡേറ്റ വരുന്ന SVM കോംപ്ലക്സ് ആകാറുണ്ടോ എന്നാണ് ചോദിച്ചത്. SVM കോംപ്ലക്സ് ആവുന്ന കേസുകളുണ്ട്. SVM കോംപ്ലക്സ്